ഹായ് ഗായ്സ്, ഞങ്ങൾ അമ്മ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഓണം കഴിഞ്ഞിട്ട്. അപ്പോൾ എടുത്ത വ്ളോഗാണ് ഇത് കേട്ടോ. ഇവിടെ ആൾതാമസം ഇല്ലാത്തതുകൊണ്ട് നല്ല പൊടി പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയും അമ്മേൻ്റെ ചേച്ചിയും കൂടെയാണ് ഇവിടെ ക്ലീൻ എല്ലാം ആക്കിയത്. ഞങ്ങൾ വിചാരിച്ചു ഓണം കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാവരും കസിൻസ് എല്ലാവരും കൂടെ സദ്യ ഉണ്ണാന്ന്. അങ്ങനെ വന്നതാണ് കേട്ടോ. എനിക്കും എൻ്റെ കസിൻ സിസ്റ്ററിനും ഒത്തിരി മെമ്മറി ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. എന്താ വെച്ചാൽ ഞങ്ങൾ കുഞ്ഞുനാൾ ഒത്തിരി സ്പെൻഡ് ചെയ്തിട്ടുള്ള ഈ ഒരു വീട്ടിലാണ്. ആ ഇറങ്ങി വരുന്നത് എൻ്റെ അച്ഛനാണ് കേട്ടോ. ഒത്തിരി പേര് കണ്ടിട്ടില്ലായിരിക്കും. പിന്നെ ഇത് പിച്ചി ചേച്ചി. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ പിച്ചി ചേച്ചിൻ്റെ കൂടെ ആയിരുന്നു. പിച്ചി ചേച്ചിയും പിഞ്ചി ചേച്ചിൻ്റെ കൂടെ ആയിരുന്നു കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത്. ഇപ്പോൾ എന്ന് വെച്ചാൽ അവർ വലിയതായി ഗൈസ്. ഇപ്പോൾ അവർക്കൊരു ജോലിയെല്ലാം ഉണ്ട്. എന്നാലും ഞങ്ങൾക്ക് പണ്ടത്തെ കൂട്ടി തന്നെയാണ് അവരിപ്പോഴും കേട്ടോ. പിന്നെ അവിടുത്തെ ഏതാണ്ട് ഒരു ഫ്രൂട്ട് എടുത്ത് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം. പിന്നെ ഇതെൻ്റെ കസിൻ സിസ്റ്റർ. പിന്നെ ഇത് എൻ്റെ അമ്മൂമ്മയാണ്, എൻ്റെ അമ്മേൻ്റെ അമ്മയാണ് കേട്ടോ. അങ്ങനെ അമ്മൂമ്മേൻ്റെ എല്ലാം സംസാരിച്ചിട്ട് പിന്നെ ഇതെന്തുവാണ് ഇതിൻ്റെ പേരാണ് കമ്പിളി നാരങ്ങ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ 3-4 പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എനിക്കറിയത്തില്ല എങ്ങനെയാണ് പൊളിക്കേണ്ടത്. അത് എൻ്റെ കസിൻ സിസ്റ്ററാണ് പൊളിച്ച് തന്നത്. അതെല്ലാം പൊളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ച് ഉപ്പും മുളക് ഇട്ട് കഴിക്കാം. അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് സദ്യേൻ്റെ ടൈം ഉണ്ടായിരുന്നു. സദ്യ കഴിക്കാൻ വേണ്ടി അങ്ങനെ സദ്യയ്ക്ക് വേണ്ടി അമ്മ ചോറ് വിളമ്പിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പരിപ്പ് കറി, പിന്നെ അച്ഛൻ്റെ സ്പെഷ്യൽ പൂത്ത് കറി ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ് പൂത്ത് കറി. അങ്ങനെയല്ല അതെല്ലാം കഴിച്ചിട്ട് 2 ടൈപ്പിൽ പായസം ഉണ്ടായിരുന്നു. അതും കഴിച്ചു. അപ്പോൾ തൃപ്തിയായി, അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ മാമൻ പടക്കം പൊടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ വലിയമ്മ അവിടെ ഘോഷയാത്ര നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞാനൊരു കുഞ്ഞു വ്ളോഗ് എടുത്തതായിരുന്നു. അതായിരുന്നു ഇത്. പിന്നെ ഞങ്ങൾ പടക്കെല്ലാം പൊട്ടിച്ചിട്ട് വിചാരിച്ചു തിരിച്ചെല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോകാമെന്ന്. അങ്ങനെ പോകാൻ നേരത്ത് ഒത്തിരി ലൈറ്റുകൾ കേട്ടോ. എനിക്ക് തോന്നുന്നു പള്ളി പെരുന്നാളായിരുന്നു എന്ന് തോന്നുന്നു. നല്ല രസമുണ്ടായിരുന്നേ. പിന്നെ രാത്രി ഞങ്ങൾ വിചാരിച്ചു ഷവർമ എന്തെങ്കിലും കഴിക്കുന്നത്. അപ്പോൾ പുതിയ ഓപ്പണായ ഷോപ്പിൽ പോയിട്ടാണ് ഞങ്ങൾ മേടിച്ചത്. മെക്സിക്കൻ ഷവർമ അടിപൊളിയായിരുന്നു.